നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു മഹാക്ഷേത്രത്തെക്കുറിച്ചാണ്. എരുത്താവൂർ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഏകദേശം 19 കിലോമീറ്റർ തെക്ക് മാറി ബാലരാമപുരം ഉരുട്ടമ്പലം റോഡിൽ എരുത്താവൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് എരുത്താവൂർ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. സുബ്രഹ്മണ്യ സ്വാമിയുടെ ബാലസ്വരൂപമാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ഈ ക്ഷേത്രം ഉയർന്ന കുന്നിൻ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആയതിനാൽ ഈ ക്ഷേത്രത്തിന് കേരള പഴനി എന്നൊരു വിളിപ്പേരും ഉണ്ട്. 242 പടികൾ കയറി വേണം ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തുവാൻ. തൈപ്പൂയ കാവടി ഉത്സവം ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഉത്സവമാണ്. ഗണപതി, പാർവതി, യോഗീശ്വരൻ, നവഗ്രഹങ്ങൾ, നാഗരാജാവ്, നാഗകന്യക എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ. ആറുമുഖൻ അല്ലെങ്കിൽ ഷൺമുഖൻ എന്നിങ്ങനെ 6 മുഖങ്ങളുള്ള മുരുകൻ്റെ ഒരു മൂർത്തിയും ക്ഷേത്രത്തിലുണ്ട്. ഹൈന്ദവ വിശ്വാസപ്രകാരം പരമശിവൻ്റെയും പാർവതീദേവിയുടെയും പുത്രനാണ് സുബ്രഹ്മണ്യൻ. സുബ്രഹ്മണ്യ സ്വാമി കാർത്തികേയൻ, മുരുകൻ, കുമാരൻ, സ്കന്ദൻ, ഷൺമുഖൻ, വേലായുധൻ, ആണ്ടവൻ, ശരവണൻ എന്നീ പേരുകളിലും സുബ്രഹ്മണ്യ സ്വാമി അറിയപ്പെടുന്നു. കൗമാരമതത്തിലെ പ്രധാന ദൈവമാണ് മുരുകൻ. സ്കന്ദബോധി തത്വകൻ എന്ന പേരിൽ ബൗദ്ധർ മുരുകനെ ആരാധിക്കാറുണ്ട്. ജ്യോതിശാസ്ത്രം രചിച്ചത് സുബ്രഹ്മണ്യനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. മയിലാണ് വാഹനം, കൊടിയടയാളം കോഴിയും, വേലായുധവും. പഴന്തമിഴ് വാക്യങ്ങൾ പറയുന്ന ചേയോൻ മുരുകനാണെന്ന് കരുതപ്പെടുന്നു. വള്ളീദേവിയും ദേവസേനയുമാണ് പത്നിമാർ. ശുക്രാചാര്യരുടെ ശിഷ്യയായിരുന്ന മായ എന്ന അസുര സ്ത്രീക്ക് കശ്യപ മഹർഷിയിൽ ജനിച്ച ശൂരപത്മൻ, താരകാസുരൻ, സിംഹവക്രൻ എന്നീ അസുരന്മാരെ വധിക്കാനാണ് സുബ്രഹ്മണ്യൻ അവതരിച്ചത്. ശിവപുത്രന്മാർക്ക് മാത്രമേ തങ്ങളെ വധിക്കുവാനാകൂ എന്ന വരം നേടിയ ഇവർ ത്രിലോകങ്ങളും അടക്കി ഭരിച്ചു. ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം ശിവൻ പാർവതിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. എന്നാൽ വളരെ കാലമായിട്ടും ശിവപുത്രന്മാർ അവതരിച്ചില്ല. തുടർന്ന് ഭഗവാൻ പഞ്ചമുഖ രൂപം കൈക്കൊള്ളുകയും ഭഗവാന്റെ 5 മുഖങ്ങളിൽ നിന്നും 5 ദിവ്യജ്യോതിസുകളും പാർവതീദേവിയുടെ മുഖത്തു നിന്നും ഒരു ദിവ്യജ്യോതിസ് വരികയും ചെയ്തു. ആ ദിവ്യജ്യോതിസുകളെ അഗ്നിദേവനും വായുദേവനും ചേർന്ന് ഗംഗയിൽ നിക്ഷേപിക്കുകയും ചെയ്തു. ഗംഗ ശരവണപ്പൊയ്കയിൽ എത്തിച്ച ആ ദിവ്യജ്യോതിസുകളിൽ നിന്നും 6 മുഖങ്ങളോടുകൂടി സുബ്രഹ്മണ്യൻ അവതരിക്കുകയും ചെയ്തു. മഹാവിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം കാർത്തിക നക്ഷത്രത്തിൻ്റെ അതിദേവതമാരായ 6 ദേവിമാർ സുബ്രഹ്മണ്യനെ മുലയൂട്ടി വളർത്തുകയും ചെയ്തു. അതിനാൽ കാർത്തികേയൻ എന്ന പേരും ലഭിച്ചു. പിന്നീട് ദേവസേനാധിപതിയായി അഭിഷേകം ചെയ്ത സുബ്രഹ്മണ്യൻ ശൂരപത്മൻ, താരകാസുരൻ, സിംഹവക്തൻ എന്നീ അസുരന്മാരുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയും അവരെ വധിക്കുകയും ചെയ്തു. ദേവസേന, വള്ളി എന്നിവരാണ് പത്നിമാർ. മകരമാസത്തിലെ പൂയം സുബ്രഹ്മണ്യൻ ജനിച്ച നക്ഷത്രമായി കരുതപ്പെടുന്നു. ഈ ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ കാവടിയാട്ടവും ആഘോഷങ്ങളും നടത്താറുണ്ട്. എരുത്താവൂർ ക്ഷേത്രത്തിലെ ദർശന സമയം രാവിലെ 5 മുതൽ 9:30 വരെയാണ്. വൈകുന്നേരം ദർശന സമയം 5:30 മുതൽ 7:30 വരെയുമാണ്. ഞായറാഴ്ച ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ ദർശന സമയം 10:30 വരെയുമാണ്. ഇവിടത്തെ പ്രധാന വഴിപാടുകൾ പഞ്ചാമൃതാഭിഷേകവും ഭസ്മാഭിഷേകവും കളഭാഭിഷേകവും മുഴുക്കാപ്പ്, ഷഷ്ടി അർച്ചന, സുബ്രഹ്മണ്യ കവചം, തുലാഭാരം എന്നിവയുമാണ്. സുബ്രഹ്മണ്യ സ്വാമിയുടെ മറ്റു നാമങ്ങൾ സ്കന്ദൻ, ഗുഹൻ, ഷൺമുഖൻ, വേലൻ, വേലായുധൻ, കാർത്തികേയൻ, ആറുമുഖൻ, കുമാരൻ, മയൂരവാഹനൻ, സുബ്രഹ്മണ്യൻ, മുരുകൻ, ശരവണൻ, വടിവേലൻ, ബാഹുലേയൻ എന്നീ പേരുകളും സുബ്രഹ്മണ്യ സ്വാമിയുടെ മറ്റു നാമങ്ങളാണ്. സുബ്രഹ്മണ്യ സ്വാമിയെ ആരാധിക്കേണ്ട പ്രധാന ദിവസങ്ങൾ ചൊവ്വാഴ്ചയും ഞായറാഴ്ചയുമാണ്.
തൈപ്പൂയം, ഷഷ്ടിവ്രതം, തൃക്കാർത്തിക എന്നീ ദിവസങ്ങൾ വളരെ വിശേഷപ്പെട്ട ദിവസങ്ങളാകുന്നു.